ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സെയിം ടൈം. ഇന്നത്തെ വീഡിയോ കുഷൻ കവറാണ്. ബിഗിനേഴ്സിന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു എൻവലപ്പ് പില്ലോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടു നോക്കാം. അധികം മെഷർമെൻറ്റ്സ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു പില്ലോ കവർ തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നിങ്ങളുടെ കയ്യിലുള്ള ഇതുപോലത്തെ ഒരു പില്ലോ എടുക്കുക. അതിൻ്റെ നീളവും വീതിയും എത്രയുണ്ടെന്ന് ആദ്യം നമുക്ക് മെഷർ ചെയ്യാം. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന കുഷന് വരുന്നത് 16 ഇഞ്ച് നീളവും 16 ഇഞ്ച് വീതി തന്നെയാണ്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് മീഡിയം സൈസിലുള്ളൊരു പില്ലോയ്ക്ക് ഈ ഒരു അളവ് തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ ആദ്യം ഇതിന് വേണ്ടി ഒരു തുണി ഇതുപോലെ എടുത്ത് ഞാൻ ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് ഇതുപോലെ മടക്കിയിട്ടുണ്ട്. ഇതിൻ്റെ വീതി എടുക്കേണ്ടത് 16 ഇഞ്ചാണ്. പ്ലസ് അര ഇഞ്ച് നിങ്ങൾക്ക് തയ്യൽ തുമ്പിന് എടുക്കാം. പിന്നെ ഇതിന് നീളം എടുക്കുമ്പോൾ 16 + 16 32 ഇഞ്ച് പ്ലസ് 6 ഇഞ്ച് എക്സ്ട്രാ. അപ്പം അങ്ങനെ ഒരു 37 ഇഞ്ചുള്ള നീളമുള്ളൊരു തുണി എടുക്കണം. അപ്പം ആ ഒരു തുണീനെയാണ് ഞാൻ ഇതുപോലെ രണ്ടായിട്ട് ഇതുപോലെ മടക്കി വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ തയ്ക്കുന്നത് എൻവലപ്പ് പില്ലോ ആണ്. അപ്പോൾ നീളം കൂടുതൽ നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിൻ്റെ ഈ രണ്ട് വശവും ഇതുപോലെ നമ്മൾ മടക്കി ഒന്ന് തയ്ക്കുകയാണ്. വളരെ എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റിയ ഒരു പില്ലോ ആണ്. ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇത് തയ്ക്കാൻ. അപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് വശവും ഞാൻ ഇതുപോലെ മടക്കി തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇപ്പോൾ ഈ രണ്ട് സൈഡ് ഞാൻ തയ്ച്ചു കഴിഞ്ഞു. അപ്പം ഞാൻ ഈ ഒരു കുഷന് ഇതിൻ്റെ മിഡിലായിട്ട് ഇതുപോലെ വയ്ക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ആയിരിക്കും ഈ ഒരു എൻവലപ്പ് പില്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത്. ഇതുപോലെ ഈ ഒരു പോർഷൻ ഇതുപോലെ കവർ ചെയ്ത് വരും. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ഫാബ്രിക് പെയിൻറ് ചെയ്യാനാണ് ഇതുപോലെ ഞാനൊരു കുഷൻ വെച്ചിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മിഡിൽ പോർഷനായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പെയിൻറ്റോ എംബ്രോയ്ഡറിയോ നമുക്ക് ചെയ്യണമെങ്കിൽ ഇതിന് മുന്നേ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ ചെറിയൊരു ഫാബ്രിക് പെയിൻറ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മിഡിലായിട്ട് ഈ ഒരു സൈഡിലത്തെ തുണി കൊണ്ടുവരാം. അതുപോലെ ഈ ഒരു സൈഡിലത്തെ തുണിയും ഇതിന് മുകളിലായിട്ട്, അല്ലെങ്കിൽ ഏത് വശം അടിയിലായാലും നമുക്ക് കുഴപ്പമില്ല. ഇതുപോലെ ഒരു ടൈപ്പിൽ ഈ തുണീനെ കൊണ്ടുവരാം. അതിനുശേഷം ഇതിൻ്റെ വീതി 16 ഇഞ്ച് ഉണ്ടോയെന്ന് നോക്കാം. നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഈ രണ്ട് സൈഡ് ഇതുപോലെ നമ്മൾ തയ്ച്ചെടുക്കുകയാണ്. ഇവിടെ ഇപ്പം ഞാൻ രണ്ട് സൈഡ് തയ്ച്ചു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു എൻവലപ്പ് പില്ലോ ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് നല്ല വശത്തേക്ക് മറിച്ചിടാം. അപ്പം നമ്മുടെ പില്ലോ ഇതുപോലെ റെഡിയായി. അപ്പോൾ ഇതിൻ്റെ എൻ്റെയൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നല്ല നീറ്റായിട്ട് വരും. അപ്പോൾ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു പില്ലോ കവറാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.